ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫുഡി ബോട്ട്. ഇന്ന് നമ്മൾ ഒരു മസാല ചായയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയാണ്, എല്ലാവർക്കും കുടിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3 ഏലക്ക, പിന്നെ 1 ഗ്രാമ്പു, കറുവപ്പട്ട ഒരു ചെറിയ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര വേണം, ചായപ്പൊടി വേണം, പാല് വേണം, വെള്ളം വേണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മസാല ചായ തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഒരു ഇടികല്ലിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി നന്നായിട്ട് ചതച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം, ഗ്രാമ്പു, കറുവപ്പട്ട, ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇഞ്ചിയും മസാലകളും ചേർത്ത ഈ വെള്ളം ഒരു 3 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ സത്തൊക്കെയും നന്നായിട്ട് ഈ വെള്ളത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 3 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 മിനിറ്റോളം ഇത് നന്നായിട്ട് വെട്ടിത്തിളക്കട്ടെ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് ഈ മസാലകൾ ചേർത്ത വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ചായപ്പൊടി ഇട്ടതിന് ശേഷവും നമുക്ക് ഇത് ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ ചായപ്പൊടിയിലുള്ള സത്തൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നന്നായിട്ട് തിളപ്പിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ചായയ്ക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി ഈ പഞ്ചസാരയും നന്നായിട്ടൊന്ന് അലിഞ്ഞു വരട്ടെ. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അളവിലാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് 1 ഗ്ലാസ് വെള്ളത്തിന് 2 ഗ്ലാസ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. ഒരു 3 മിനിറ്റോളം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഈ ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമയമെടുത്ത് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. ഒരു 3 മിനിറ്റോളം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴാണ് നല്ല കടുപ്പും നല്ല മണവുമുള്ള മസാല ചായ തയ്യാറാകും. ഇപ്പോൾ നമ്മൾ പാലൊഴിച്ച് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ തയ്യാറാക്കിയ ഈ മസാല ചായ നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. എല്ലാവരുടെയും പ്രിയപ്പെട്ട മസാല ചായ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മസാല ചായയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.